ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ ചാനലിലൂടെ കാണിക്കാൻ പോകുന്നത് ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വുഡൻ നെയിം പ്ലേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോ ഫുൾ കാണുക. ഓക്കെ, നമുക്ക് അതിലേക്ക് പോകാം. ഇതിന് വേണ്ട നമുക്ക് മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു വുഡൻ പ്ലേറ്റ് ആണ്. ഓക്കെ, ഞാൻ എടുത്തിരിക്കുന്ന ഒരു 40 സെൻറ്റിമീറ്റർ ബൈ 20 സെൻറ്റിമീറ്റർ സൈസിലൊരു വുഡൻ പ്ലേറ്റ് ആണ് ഞാൻ എടുത്തത്. ഇത് ഒരു കാർപ്പൻറ്ററിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തതാണ്. ഓക്കെ, അപ്പോൾ ഞാനിതിൽ പെയിൻറ്റൊന്നും ചെയ്തിട്ടില്ല. ഒരു വിൻറ്റേജ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ആ ഒരു ഫിനിഷ് തന്നെയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഗ്രെയിൻസും ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, പിന്നെ വേണ്ടതൊരു റോപ്പാണ്. ഇത് ഞാൻ റോണക്കിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിൻ്റെ സൈസ് ഒരു 1 മീറ്റർ ഒക്കെ ലെങ്ത് ഉണ്ട്. 5 റിയാൽ or 6 റിയാലായിട്ടാണ് ഇതിൻ്റെ പ്രൈസ്. ഓക്കെ, ഇതിപ്പോൾ നിങ്ങൾക്ക് പല തിക്നെസ്സിലും പല ലെങ്ത്തിലും കിട്ടും. അത് നിങ്ങളുടെ ചോയ്സാണ്. ഓക്കെ, പിന്നെ വേണ്ടത് ഒരു സ്പ്രേ പെയിൻ്റ് ആണ്. നമുക്ക് ഇഷ്ടമുള്ള കളറ്. ഞാൻ എടുത്തിരിക്കുന്നത് ബ്ലൂ കളറാണ്. ഓക്കെ, പിന്നെ വേണ്ടതൊരു ടേപ്പ്. ഓക്കെ, പിന്നെ വേണ്ടതൊരു ബ്ലേഡ്. ഓക്കെ, ഒരു നോർമൽ ബ്ലേഡാണ്. പിന്നെ ഇതിൽ നമുക്ക് പ്രിൻ്റ് ചെയ്യാവുന്ന എന്താണെന്നുള്ളത് ആണ് നമുക്ക് ആദ്യം ഡിസൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ വീടിൻ്റെ മോളെയും മോൻ്റെയും പേരാണ്. ഓക്കെ, ഇതാണ് ഇതിൽ സ്കെച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് വരക്കാനും ഇതിന് കഴിവുള്ള ആൾക്കാർക്ക് ഡയറക്റ്റ് സ്കെച്ചിനോട് എഴുതാൻ പറ്റും, മാർക്കറോണ്ടൊക്കെ ഇതിൽ എഴുതാൻ പറ്റും, കുഴപ്പമില്ല. പക്ഷെ ഞാൻ ചൂസ് ചെയ്ത് സ്റ്റെൻസിലാണ്. ഇത് സ്റ്റെൻസിൽ വെച്ചിട്ട് ചെയ്യാനാണ് ഞാൻ ഡിസൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമുക്കത് കാണാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്യണം. ഈ ഒരു ഞാനിത് ഒരു സ്റ്റേബിളായി നിൽക്കാൻ വേണ്ടിയിട്ട് ഇത് ലാമിനേറ്റ് ചെയ്തിട്ടുണ്ട്, ഈ ഒരു പേപ്പർ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഇതിൽ കട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ബ്ലേഡ് വെച്ചിട്ട് കട്ട് ചെയ്യാൻ പോകണം. ഈ ലെറ്റേഴ്സിനനുസരിച്ച് നമ്മൾ ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്യാൻ പോകണം. ഓക്കെ, ഫ്രണ്ട്സ്, അപ്പോൾ അത് റെഡിയാണ്. ആ സ്റ്റെൻസിൽ റെഡിയാണ്, കാണുന്നില്ലല്ലേ? നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിന് എനിക്കൊരു 15-20 മിനിറ്റ്സ് എടുത്ത്. ഓക്കെ, അത് നോർമൽ പേപ്പർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്ര സമയം എടുക്കില്ല. ഓക്കെ, അല്ലെങ്കിൽ ഇതിപ്പം ലാമിനേറ്റഡ് ആയതുകൊണ്ടാണ്. ഓക്കെ, ലാമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ കുറച്ചും കൂടി നല്ല ക്വാളിറ്റിയിൽ കിട്ടും. അതിനാണ് ലാമിനേറ്റ് ചെയ്തത്. പിന്നെ അതിൽ കുറേ ലെറ്റേഴ്സ്, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ലെറ്റേഴ്സ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഇത്രയും സമയം എടുത്തത്. ജസ്റ്റ് ഒരു നെസ്റ്റ് നമുക്ക് മാത്രമാണെന്നുണ്ടെങ്കിൽ ഇത്ര സമയം എടുക്കുമല്ലോ, നോർമൽ 5 to 10 മിനിറ്റ്സ് എടുക്കും. ഓക്കെ, അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിന് നമ്മൾ ആ ഒരു വുഡൻ പ്ലേറ്റിൽ നമ്മൾ ഫിക്സ് ചെയ്യണം ടേപ്പ് വെച്ചിട്ട്. ഓക്കെ, നമുക്ക് അതിലേക്ക് പോകാം. ടേപ്പ് വെച്ചിട്ട് നന്നായിട്ട് ഇത് ഫിക്സ് ചെയ്യാം. ഓക്കെ, ഇത് ഇളകാതിരിക്കാനാണ്, മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, സ്പ്രേ ചെയ്യുമ്പോൾ മൂവ് ചെയ്യരുത്. പിന്നെ അതുപോലെ സൈഡിലേക്ക് സ്പ്രെഡും ആവരുത്, അതിന് വേണ്ടിയിട്ടാണ്. നാല് സൈഡും നമുക്ക് കുറച്ച് പേപ്പർ കുറച്ച് വലുതായതുകൊണ്ട് നമുക്ക് 3 സൈഡ് ചെയ്ത് 3 സൈഡ് ചെയ്താലും മതിയാവും.
വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായിട്ട് പ്രസ് ചെയ്ത് നിൽക്കണം. ഈ വുഡൻ ഫ്രെയിം നന്നായിട്ട് പ്രസ് ചെയ്ത് നിൽക്കണം. ഓക്കെ, നമ്മൾ ഇത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇതിപ്പോൾ റെഡിയാണ്. നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത് ഈ സ്പ്രേ. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ബ്ലൂ കളർ സ്പ്രേ ആണ്. ഈ സ്പ്രേ നമ്മൾ ചെയ്യാൻ പോകുന്നതിന് മേലെ. ഓക്കെ, സ്പ്രേ ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊരു പേപ്പറിൽ ജസ്റ്റ് സ്പ്രേ ചെയ്ത് വെക്കാം. അതിൻ്റെ ഒരു യൂണിഫോമിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, കുറച്ച് അടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഒലിക്കും. അതുകൊണ്ടാണ് നമ്മൾ കുറച്ചൊരു ഡിസ്റ്റൻസ് വെക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യാൻ പോവാണ്. ഈ ഒരു ഹൈറ്റിൽ വെച്ചിട്ട് പെട്ടെന്ന് ചെയ്തിട്ട് പോകണം. ഓക്കെ, നമ്മൾ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഇങ്ങനെ നമ്മൾ ഇത് വെർട്ടിക്കലായിട്ട് പിടിക്കരുത്. വെർട്ടിക്കൽ പിടിച്ചു കഴിഞ്ഞാൽ പെയിൻറ് താഴോട്ട് വരും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഹൊറിസോണ്ടലായിട്ട് വെച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മൾ കുറച്ചൊരു 10 minutes കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് റിമൂവ് ചെയ്തിട്ട് നമ്മൾ നോക്കാം. നമ്മളൊരു 15 minutes ഇത് വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പോൾ അത് ഓൾമോസ്റ്റ് ഡ്രൈ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ മെല്ലെ സൂക്ഷിച്ചതിൻ്റെ ടേപ്പും ഇത് റിമൂവ് ചെയ്യാം. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ചെറുതായിട്ട് ചില സൈഡിലൊക്കെ കണ്ടില്ലേ, ഞാൻ ടേപ്പ് ശരിക്കും ഒട്ടിക്കാത്തതിന് കുറച്ച് സ്പ്രെഡ് ആയിട്ടുണ്ട്. ഈ സൈഡിലും ഇവിടെയും കുറച്ച് സ്പ്രെഡ് ആയിട്ടുണ്ട്. ലെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ കുറച്ചൊരു കാണാൻ പറ്റും. അതിൻ്റെ ഒരു സ്റ്റെൻസിലിൻ്റെ ഒരു സ്റ്റൈലാണ്. അത് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൈ കൊണ്ട് വരയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സ്മൈലീസോ അതൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ ബോർഡർ ചെയ്യാം. ഓക്കെ, ബോർഡറൊക്കെ ഈ ഒരു കൈ കൊണ്ട് വരച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനിയിപ്പം അടുത്തത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെങ്ങനെ നമ്മൾ ഹാങ് ചെയ്യുന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല രീതിയിൽ ചെയ്യാൻ പറ്റും. ഞാൻ ചെയ്യുന്നത് ഈ ഒരു ഈക്വലായിട്ട് എടുത്തു, റോപ്പ് ഈക്വലായിട്ട് എടുത്തിട്ട് ഇതുവഴി ഇങ്ങനെ ഇവിടെ ഒരു നോട്ട് ഇട്ടു ഞാൻ. ഓക്കെ, ചെയ്തിട്ട് ഈ എൻഡ് എടുത്തിട്ട് അതേപോലെ തന്നെ ഈ സൈഡിലേക്ക് വെച്ചു വെച്ചിട്ട് ഓക്കെ, വേണമെന്ന് ഇതാണ് ഇപ്പം ഞാൻ ചെയ്തത്. ഇങ്ങനെയാണ്. ഓക്കെ, ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഹോൾ ഇട്ടിട്ട് ഈ ഒരു റോപ്പ് ഈ ഹോളിലൂടെ ഇടാൻ പറ്റും. ഇവിടെ ഹോൾ ഇട്ടിട്ട് ഇതിലൂടെ അങ്ങനെ ഇടാൻ പറ്റും. ഓക്കെ, ഇതാണ് നമ്മുടെ ഞാൻ എൻ്റെ ഒരു ഡിസൈനായിട്ട് ചെയ്തത്. വേണമെങ്കിൽ സെൻട്രലിൽ ഹോൾ ഇട്ടിട്ട് ആ ഒരു സിംഗിൾ റോപ്പിൽ നിങ്ങൾക്ക് ഹാങ് ചെയ്യാം. ഞാനൊരു കുറച്ചും കൂടി ഒരു ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മളിത് ഹാങ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് ഇവിടെയാണ് ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു ഏരിയയിലാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്, വീടിൻ്റെ ഈ ഏരിയയിൽ. ഓക്കെ, നമ്മളതിന് ഒരു 2 ആണി എടുത്തിട്ടുണ്ട്, ഒരു ഹാമർ. ഓക്കെ, നമ്മളിത് ആദ്യം ആണി ഫിക്സ് ചെയ്യാൻ പോവാണ്. അടുത്തതൊരു കുറച്ച് ദൂരമായിട്ട്
സെയിം ലൈനിൽ. ഓക്കെ, ഇപ്പോൾ ഞാൻ ഫിക്സ് ചെയ്യാൻ പോകുന്ന എന്ന് പറഞ്ഞാൽ ഈ ഒരു മോഡലിലാണ്. ഓക്കെ, ഇങ്ങനെയാണ് ഞാൻ ഫിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലെവലൊക്കെ നോക്കുക, ടൈറ്റ് ചെയ്യുക. ഇങ്ങനെയാണ് ഞാൻ ഫിക്സ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സിംഗിളായിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സിംഗിളായിട്ട് വേണമെങ്കിൽ ഇങ്ങനെ ഫിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ സിംഗിളായിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, എനിക്ക് കുറച്ചും കൂടി നന്നായിട്ട് തോന്നിയത് ഇങ്ങനെയാണ്. ഓക്കെ, ലെവലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് ചരിച്ച് വെക്കാം ചേഞ്ചിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇതാണ് നമ്മളെ ഫൈനൽ നെയിം ബോർഡ്. സൈഡിലൊക്കെ ഡിസൈൻ കൂട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു കാണാൻ പറ്റിയ ഡ്രസ്സിന് വേണ്ടിയിട്ട് ഒരു ഇത് വെച്ചിട്ടുണ്ട്, ചെറിയ ബോട്ടിൽ വെച്ചിട്ട് നമ്മളൊരു കാര്യം ചെയ്യാൻ പോവാണ്. ഇത് കാണാം. ഓക്കെ, നമ്മൾ ആണി ചെയ്തു. ഈ ഒരു ഇത് എടുത്തിട്ട് ഡെക്കറേറ്റീവ് ആയിട്ട് എടുത്തിട്ട് അതിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ ഫിറ്റ് ചെയ്യാൻ പോകണം. ഇങ്ങനെ വെക്കാം, ഒരു ഡിസൈൻ വെക്കാം. ഞാൻ ചെയ്ത ഈ ഒരു ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ വളരെ സിമ്പിളായിട്ടുള്ള, അധികം ചിലവൊന്നുമില്ല. ജസ്റ്റ് നമുക്കൊരു പ്രിന്റ് വേണം, ഒരു വുഡൻ പ്ലേറ്റ് വേണം, ഒരു റോപ്പ്. ഓക്കെ, ഇത്ര സാധനങ്ങൾ ആവശ്യമുള്ളൂ. ടൈമും വളരെ ഇതാണ്. നമുക്കൊരു ഇതെല്ലാം ഷോപ്പിൽ നിന്ന് കിട്ടുന്നതാണ്. സ്പ്രേ പെയിന്റ് ആണെങ്കിലും റോപ്പ് ആണെങ്കിലും പെയിന്റ് എല്ലാം ഷോപ്പിൽ നിന്ന് വളരെ ചീപ്പായിട്ട് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മളതായിട്ടൊരു എന്തെങ്കിലും ഒരു ക്രാഫ്റ്റും ഒരു ബോർഡൊക്കെ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കൊരു അത് കാണുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഓക്കെ, അതാണ് ഇതിൽ മെയിൻ കാര്യം. പിന്നെ ഇപ്പം നിങ്ങൾക്ക് പുറത്തൊന്നും പോകാൻ പറ്റാത്തൊരു ടൈമാണ്, കോവിഡിൻ്റെ ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യുക വീട്ടിലിരുന്നിട്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.